ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു കമ്മൽ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ 7 ഇഞ്ച് ലെങ്ത്തിലാണ് ഫിഷിംഗ് ത്രെഡ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഞാനൊരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സിൽവർ ബീഡ് ഇങ്ങനെ കമ്പിയിൽ കോർത്തിട്ടാണ് കേട്ടോ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുക. അത് ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേരെടുത്ത് പറയാത്തത്. അതിനുശേഷം ഞാൻ സിൽവർ കളറിലുള്ള ഒരു ഷുഗർ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഷുഗർ ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ത്രെഡിൻ്റെ ഒരറ്റം മറ്റേ ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു സിൽവർ ബീഡിൻ്റെ അകത്തോട്ട് കടത്തി കൊടുക്കുക. അപ്പോൾ ത്രെഡിൻ്റെ രണ്ടറ്റും സിൽവർ ബീഡിനകത്തോട്ട് കടന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ത്രെഡിൻ്റെ രണ്ടറ്റം ഒരുപോലെ പിടിച്ചിട്ട് അതിനകത്തോട്ട് ഷുഗർ ബീഡ്സ് കുറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു 5 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 5 ഷുഗർ ബീഡോളം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും അടുത്ത ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തതിന് ശേഷം ഇതുപോലെ തന്നെ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മൾ ചെയ്തെടുക്കുക. ആദ്യം തന്നെ ആ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കുക. പിന്നെ ഷുഗർ ബീഡ് ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ട് ഷുഗർ ബീഡിനെ മാറ്റി നിർത്തിയിട്ട് മറ്റേ ബീഡിനകത്തോട്ട് ത്രെഡിൻ്റെ മറ്റേ അറ്റം കൂടി കടത്തി കൊടുക്കുക കേട്ടോ. അതിനുശേഷം രണ്ടറ്റം ഒരുപോലെ പിടിച്ചിട്ട് ഒരു 9 ബീഡോളം നമുക്ക് എക്സ്ട്രാ നമുക്ക് വേറെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരെണ്ണം നീളത്തിലും ഒരെണ്ണം നീളം കുറവിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 സെറ്റായിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് 4 ത്രെഡും ഒരേപോലെ വരുന്ന വിധത്തിൽ പിടിച്ചു കൊടുക്കുക. 4 ത്രെഡിൻ്റെയും അറ്റം ഒരുപോലെ വരുന്ന വിധത്തിലാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ആദ്യം ഒരു ബീഡ് ഇട്ട് കൊടുക്കാം. ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പർപ്പിൾ കളർ ബീഡാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അതിനുശേഷം അടുത്തതായിട്ട് നമുക്ക് ആ ഒരു സിൽവർ ബീഡ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതും കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു പർപ്പിൾ ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഒരു സിൽവർ ബീഡും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിൽവറിൻ്റെ നമ്മൾ കമ്പിയിൽ കോർത്തിട്ടുള്ള ഒരു ബീഡാണ് കേട്ടോ. ഇത്തിരി വലിപ്പമുള്ള ബീഡാണ് ഇട്ട് കൊടുക്കുന്നത്, ഷുഗർ ബീഡല്ല കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ കൊളുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗിയർ ലോക്കും കൂടെ വേണം കേട്ടോ. ഗിയർ ലോക്ക് ആദ്യം ഇട്ട് കൊടുക്കുക. ആ 4 ത്രെഡിൻ്റെ 4 അറ്റം ഒരുപോലെ വെച്ചിട്ട് ഈ ഗിയർ ലോക്ക് കടത്തി കൊടുക്കുക. ഗിയർ ലോക്ക് കടത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു കൊളുത്തിട്ട് കൊടുക്കാം. കൊളുത്തിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് കടത്തി കൊടുക്കാം കേട്ടോ. ഗിയർ ലോക്കിൻ്റെ അകത്തോട്ട് 4 ത്രെഡിൻ്റെ 4 അറ്റം ഗിയർ ലോക്കിനകത്തോട്ട് വീണ്ടും കടത്തി കൊടുക്കണം. കടത്തി കൊടുത്ത് നമ്മളൊന്ന് ടൈറ്റാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ടൈറ്റാക്കി നിർത്തരുത്. അപ്പോൾ ഒന്ന് ഫ്ലെക്സിബിൾ അല്ലാതെ കിട്ടും കേട്ടോ. നമുക്ക് ഫ്ലെക്സിബിളായി കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് ലൂസാക്കി ഇട്ടിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം എക്സ്ട്രാ നിൽക്കുന്ന ത്രെഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ത്രെഡിനെ ആ ഒരു ബീഡിനകത്തോട്ട് കടത്തി കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഞാൻ ഇതുപോലെ നമ്മുടെ ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു കുളത്തെടുത്തിട്ടുണ്ട്. അതിനിതായി നമ്മുടെ ഈ ഒരു വട്ടക്കണ്ണിയുടെ അകത്തോട്ട് കടത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് അകത്തി കൊടുത്തിട്ട് അതിനകത്തോട്ട് കടത്തി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ 2 കമ്മൽ ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മാല കാണാനുണ്ടല്ലോ, മാലയും കമ്മലും കൂടെ ഒന്നിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ. ബൈ.